സാറിൻ്റെ മുഖം കണ്ടിട്ടേ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഉണ്ടായ നാണക്കേട് മാറ്റാൻ വേണ്ടി സാറിൻ്റെ അച്ഛനും അമ്മയും എന്തിനും തയ്യാറായെന്ന് നിദ്ര മനസ്സിലാക്കി കാണും. അതാവും അവൾ പണം ചോദിച്ചത്. പിന്നെ സാറ് ദേഷ്യപ്പെടുമെന്ന് വിചാരിച്ച് വീട്ടുകാർ ഈ കാര്യം മറച്ചു വെച്ച് കാണും. മകൻ നന്നായി ജീവിക്കണമെന്നുമല്ലോ അവരാഗ്രഹിക്കുന്നത്. സത്യഭാമ അവസാനത്തെ ആണിയും അടിച്ചു. ഛേ, എന്നാലും നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ അവൾ പണം ചോദിച്ചപ്പോൾ അമ്മ അത് കൊടുക്കാൻ തയ്യാറായല്ലോ എന്ന് ഞാൻ ഓർക്കുന്നത്. അവളെ പോലൊരുത്തിയുടെ ക്യാരക്ടർ ഇതിൽ നിന്ന് വ്യക്തമല്ലേ? എന്നിട്ടും അമ്മ. രുദ്രന് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. സത്യഭാമയ്ക്ക് ചെറിയൊരു ടെൻഷൻ തോന്നി. ഇവനെങ്ങാനും ഗായത്രി ദേവിയെ വിളിച്ച് ചൂടായ പാരയാകും. നിദ്രയല്ല, താനും മോളുമാണ് വിലപേശി പണം ആവശ്യപ്പെട്ടതെന്ന് അവർ പറഞ്ഞ തീർന്നു. കണ്ടിടത്തോളം ഇവൻ അപകടകാരിയാണ്. പറഞ്ഞു പറ്റിച്ചതിന് തങ്ങളെ കത്തിച്ച് കളയാൻ പോലും ഇവൻ മടിക്കില്ല. അയ്യോ സാറേ, അതിന് അമ്മയെ പറയണ്ട. അതാ നിദ്രയുടെ ബുദ്ധിയാണ്. അതിൽ സാറിൻ്റെ പാവം അമ്മയും അച്ഛനും വീണു. അത്രയുള്ളൂ. മനസ്സിലായില്ല? രുദ്രൻ്റെ നെറ്റി ചുളിഞ്ഞു. നിദ്ര കണ്ട ആണുങ്ങളോടൊക്കെ പൈസ വാങ്ങുന്നത് രണ്ട് വിധത്തിലാണ്. ഒന്ന്, അവരുടെ കൂടെ കഴിയുന്നതിൻ്റെ കൂലി അവൾ നല്ല രീതിയിൽ തന്നെ വാങ്ങിച്ചെടുക്കും. അവരെ എങ്ങനെ വലയിലാക്കണമെന്ന് അവൾക്കറിയാം. നാക്കിൽ തേനൊലിപ്പിച്ച് ശരീരം കാണിച്ചും അവൾ ആണുങ്ങളെ വശത്താക്കും. കല്യാണം കഴിഞ്ഞ് വലിയ മക്കളുള്ളവരാണ് അവളുടെ ലിസ്റ്റിൽ കൂടുതൽ. സത്യഭാമ പറയുന്നത് കേട്ട് രുദ്രൻ അറപ്പ് തോന്നി. പിന്നെ അവൾ പൈസ വാങ്ങുന്നത് പ്രാരാബ്ദം പറഞ്ഞാണ്. മുത്തശ്ശി കിടപ്പിലാണെന്നും മരുന്നിന് വലിയ തുകയാകുമെന്നും വീടിൻ്റെ ആധാരം പണയത്തിലാണെന്നും അനിയനും അനിയത്തിയും പഠിക്കുകയാണെന്നും വീട്ടിൽ പട്ടിണിയാണെന്നും ഒക്കെ പറയും. ആ വീടിൻ്റെ ഭാരം മുഴുവനും ഇവളുടെ ചുമലിലാണെന്ന് അങ്ങ് സ്ഥാപിച്ച് കളയും. കാര്യം ശരിയാ സാറേ, വീട്ടിൽ പട്ടിണിയോ? പക്ഷേ എന്ന് വെച്ച് നിദ്ര ഒരു ചില്ലറ പൈസ അവിടെ ചെലവാക്കില്ല. എല്ലാം അവളുടെ ആഡംബര ജീവിതത്തിന് വേണ്ടിയാ ദൂർത്തടിക്കുന്നത്. എന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ പേരും. സത്യഭാമ പെട്ടെന്ന് മുഖം പൊത്തി ഏങ്ങലടിച്ച് രുദ്രന് വല്ലാതെയായി. ഏയ്, നിങ്ങൾ എന്തിനിങ്ങനെ കരയുന്നത്? സാരമില്ല, എനിക്ക് മനസ്സിലാവും. ഞാൻ പോട്ടെ സാറേ. ഞാൻ പറഞ്ഞല്ലോ, സാറിനെ മനഃപൂർവ്വം വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചു വന്നതല്ല. സാറിന് ഇങ്ങനെ ഒരു ചതി പറ്റാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ മോൻ്റെ മുഖം ഓർമ്മ വന്നതുകൊണ്ട് വന്നതാ. പിന്നെ ശരണ്യ മോളും പറഞ്ഞു സാറിനൊരു ചതി പറ്റാൻ സമ്മതിക്കരുതെന്ന്. അവൾക്കിതോർത്തിട്ട് ഉറക്കം പോലുമില്ല. അത്രയ്ക്ക് ആത്മാർത്ഥമായാണ് അവൾക്ക് സാറിനോട്. എല്ലാ സിനിമകളും 5-6 തവണയെങ്കിലും കുത്തിയിരുന്ന് കാണും. ശരണ്യൻ്റെ മോളാ സാറേ. അവൾ സാറിൻ്റെ വല്ല ആരാധികയാ. രുദ്രൻ സാറിന് ഇങ്ങനെ ഒരു ചതി പറ്റാൻ സമ്മതിക്കല്ലേ അമ്മയെന്ന് പറഞ്ഞ് അവളെൻ്റെ കാല് പിടിച്ച് കരയുകയായിരുന്നു. ഓ, എന്തായാലും നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. എൻ്റെ വീട്ടുകാർ പോലും ഇത് മറച്ചു വെച്ച് എന്നെ ചതിക്കാൻ നോക്കുകയായിരുന്നു. നിങ്ങളാണ് എന്നെ രക്ഷിച്ചത്. ദയവ് ചെയ്ത് ഞാൻ ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞതായി സാറിൻ്റെ വീട്ടുകാരറിയരുത്. നിദ്രയും. ഇന്നത്തെ കാലത്ത് സത്യം പറയുന്നവർക്ക് ശിക്ഷ കിട്ടും. ഞാനൊരു പാവമാ സാറേ. എനിക്കിനി ഒന്നും താങ്ങാനുള്ള ശക്തിയില്ല. സത്യഭാമ രുദ്രൻ്റെ നേർക്ക് കൈകൂപ്പി. അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ആരും ഒന്നും അറിയില്ല. നിങ്ങളെന്നെ സഹായിച്ചതല്ലേ. നിങ്ങളെ ഞാൻ ചതിക്കില്ല. പിന്നെ അവളിന്ന് വൈകുന്നേരം ഇവിടെ വരുമല്ലോ അല്ലേ, ആ നിദ്ര? എൻ്റെ പൊന്ന് സാറേ, സാറിനെ വശീകരിക്കാനെന്നും പറഞ്ഞ് ഇന്നലെ മുതൽ കെട്ടിയൊരുങ്ങുന്നതാ. ഭയങ്കര മേക്കപ്പാണ് നീ. എൻ്റെ ശരണ്യമോള് സിമ്പിളായി നടക്കൂ. അവൾക്ക് വലിയ വെച്ചുകെട്ടൊന്നും ഇഷ്ടമല്ല. പക്ഷെ നിദ്ര അങ്ങനെയല്ല. വാക്കുകൊണ്ടും നോക്കുകൊണ്ടുമൊക്കെ വെറുപ്പിച്ച് കളയും. അവളിങ്ങ് വരട്ടെ. എന്തായാലും എന്നെ വശീകരിക്കാൻ ഒരുമ്പിട്ട് തന്നെ നിൽക്കുവല്ലേ? രുദ്രൻ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ മുഖത്തെ വെറുപ്പ് കണ്ടപ്പോൾ സത്യഭാമയ്ക്ക് തൻ്റെ ഉദ്ദേശം നടന്നു എന്ന് മനസ്സിലായി. ഇനി നിദ്രയ്ക്കുള്ള നരകവേദനയാവും, അതും ഇവൻ്റെ കയ്യിൽ നിന്ന്. അവരുടെ മനസ്സ് ശരണ്യയുടെ അടുത്തെത്താൻ വെമ്പൽ കൊണ്ടു. എന്നാൽ ഞാൻ പോട്ടെ സാറേ, നേരം വൈകി. അമ്മയ്ക്ക് മരുന്നും ഭക്ഷണം കൊടുക്കണം. പിന്നെ എഴുന്നേൽപ്പിച്ചിരുത്തി കുഴമ്പിട്ട് തിരുമണം. എനിക്ക് നാളെ കൂലിപ്പണിക്ക് പോകേണ്ടതാ. ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ വീട്ടിൽ പട്ടിണിയാ. 1 മിനിറ്റ് നിൽക്കൂ. രാമേട്ട, ആ ഷെൽഫ് തുറന്ന് ഒരു 20,000 രൂപ ഇങ്ങെടുത്തേ. അവനകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ക്യാഷ് എന്ന് കേട്ടപ്പോൾ സത്യഭാമയുടെ കണ്ണ് മഞ്ഞളിച്ചു. പക്ഷേ 20,000 വളരെ കുറഞ്ഞു പോയെന്ന് അവർക്ക് തോന്നി. മാത്രമല്ല, ഇതിപ്പോൾ വാങ്ങിച്ച രുദ്രൻ്റെ ഇംപ്രഷൻ പോയാലോ? അയ്യോ സാറേ, എനിക്ക് ക്യാഷൊന്നും വേണ്ട. ഞാനിതിന് വേണ്ടിയിട്ടുമല്ല വന്നത്. ദയവചത് അങ്ങനെ വിചാരിക്കരുത് പ്ലീസ്. സത്യഭാമ കൈകൂപ്പി. ഏയ്, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ആവശ്യങ്ങൾ ഉള്ളതല്ലേ, ഇത് വാങ്ങൂ. അപ്പോഴേക്കും രാമേട്ടൻ എടുത്തുകൊണ്ട് വന്ന നോട്ട് കെട്ട് രുദ്രൻ സത്യഭാമയുടെ നേർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു. വേണ്ട സാറേ, പ്ലീസ് എന്നെ നിർബന്ധിക്കരുത്.
ആരെയും ഒന്നിനും ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഈ സത്യഭാമ. സ്വഭാവം അതായി പോയി, അല്ലാതെ സാറിനോടുള്ള ഇഷ്ടക്കേടൊന്നുമല്ല കേട്ടോ. ഓ ശരി. രുദ്രൻ പുഞ്ചിരിച്ചു. അവൻ അവരോട് ബഹുമാനം തോന്നി, അവരുടെ അവസ്ഥയോർത്ത് സഹതാപവും. എന്നാൽ നിദ്രയെക്കുറിച്ച് ഓർക്കുന്തോറും അവൻ്റെ ഉള്ളിൽ വെറുപ്പ് കുമിഞ്ഞു കൂടുകയായിരുന്നു. എന്ന് ശരി സാറേ, പോകുക. ഒരിക്കൽ കൂടി രുദ്രനെ തൊഴുതിട്ട് സത്യഭാമ ഗേറ്റ് കടന്നു പോയി. അവരുള്ളിൽ ചിരിക്കുന്നത് രുദ്രൻ അറിഞ്ഞിരുന്നില്ല. ഓ, എന്താ അവൻ്റെ ഒരു അഹങ്കാരം! അവൻ്റെ ഒരു 20,000 ഉലുവ ആർക്ക് വേണോ അത്? സത്യഭാമയ്ക്ക് വേണ്ടത് ലക്ഷങ്ങളാ, ലക്ഷങ്ങൾ. അത് നിന്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ ഈടാക്കും മോനെ. വീട്ടിലെത്താനുള്ള ധൃതിയിൽ സ്റ്റാൻഡിലേക്ക് അവർ വേഗം നടന്നു. നീ പറയുന്നത് പോലെയൊന്നുമല്ല കണ്ണ, നിദ്രമോൾ അങ്ങനെ ഒരു കുട്ടിയല്ല. ഫോണിൽ കൂടി ഗായത്രി ദേവി രുദ്രനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എനിക്കൊന്നു മാത്രം അറിഞ്ഞാൽ മതി, അമ്മ പണം കൊടുത്തിട്ടാണോ ഈ കല്യാണം നടക്കുന്നത്? അത് പിന്നെ അമ്മ കള്ളം പറയാമെന്ന് വിചാരിക്കണ്ട, സത്യം പറയ്. രുദ്രൻ നിന്ന് പുകഞ്ഞു കത്തി. മോനെ, നീ പറയുന്നത് പോലെയൊന്നും അല്ലടാ. ആ പെൺകുട്ടി നീ കരുതുന്നത് പോലെ ഒരു മോശം പെൺകുട്ടിയൊന്നുമല്ല. നിനക്കത് വഴിയേ മനസ്സിലാകും. ഗായത്രി ദേവി അവരെ കൊണ്ടാകും വിധം മകനെ പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതെ അതെ, അവളാണല്ലോ ശീലാവതി, ഈ ലോകത്തിലെ ഏറ്റവും നല്ല പെണ്ണ്. അമ്മ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. കണ്ടവന്മാരുടെയൊക്കെ കൂടെ കിടന്ന് നിരങ്ങുന്ന ഒരു പെണ്ണിനെയാണ് എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നതെന്ന് ഓർത്തോണം. അവസാനം അമ്മ ദുഃഖിക്കും. മോനെ, ഞാൻ പറയുന്നത് മുഴുവൻ നീ ഒന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. അവൾ പണം വാങ്ങിയോ ഇല്ലയോ, എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. ഇപ്പോൾ തൽക്കാലം പണം കൊടുത്തു എന്നുള്ളത് നേരാണ്, പക്ഷേ അത് അവൾക്കല്ല. അവൾക്കാകില്ല. മുത്തശ്ശി, കുടുംബം, കടം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പാവ അമ്മയുടെ മനസ്സ് മാറ്റിയിട്ട് അവളങ്ങ് പൈസയുമായി പോയി കാണും, അതല്ലേ? അമ്മ ഇനി ഒന്നും പറയണ്ട. ഇന്നല്ലേ അവൾ വരുന്നത്, വരട്ടെ, ഞാൻ അവളെ കാത്തിരിക്കുക. രുദ്രൻ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് പറഞ്ഞു. രുദ്രൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇല്ലാതെയായിരുന്നു ഗായത്രി ദേവി ഫോൺ വെച്ചത്. അവർക്ക് അവൻ്റെ ചോദ്യങ്ങളെ നേരിടാനാകുന്നില്ലായിരുന്നു. നിദ്ര എങ്ങനെയാണ് ഇനി ഇത് സഹിക്കുക എന്നോർത്തായിരുന്നു അവരുടെ അപ്പോഴത്തെ ആശങ്ക മുഴുവൻ. ഗായത്രി ദേവി നിദ്രയെ വിളിച്ച് സത്യഭാമയ്ക്കും ശരണ്യയ്ക്കും താൻ പണം നൽകിയ കാര്യം രുദ്രൻ അറിഞ്ഞു എന്ന് പറയണമെന്ന് തോന്നി. ഇതേ സമയം നിദ്ര വീട്ടിൽ നിന്നും രുദ്രനെ കാണാനായി ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. അന്നായിരുന്നു അവർ തമ്മിലുള്ള കൂടിക്കാഴ്ച പറഞ്ഞിരുന്ന ദിവസം. ഒരു പ്രഷ്യൻ ബ്ലൂ കറയുള്ള പഴയൊരു സെറ്റ് സാരിയായിരുന്നു അവളുടെ വേഷം. അന്ന് രാവിലെ അമ്പലത്തിലേക്ക് ഇറങ്ങിയത് കൊണ്ട് ധരിച്ചതായിരുന്നു അത്. അവൾക്ക് എന്തുകൊണ്ടോ അത് മാറ്റിയെടുക്കാൻ തോന്നിയില്ല. നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ടും ചന്ദനവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ മുഖത്തെ ചമയം എന്ന് പറയാൻ. അഴിച്ചിട്ട പനങ്കുല തോൽക്കുന്ന മുടിയിൽ അവളൊരു തുളസി കതർ നുള്ളിയെടുത്ത് വെച്ചിരുന്നു. ആ സമയത്തായിരുന്നു അവൾക്ക് ഫോൺ വന്നത്. ഫോൺ നോക്കിയപ്പോൾ ഗായത്രി ദേവിയുടെ കോൾ വരുന്നത് കണ്ട് നിദ്ര വേഗത്തിൽ ഫോൺ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അവൾക്കിപ്പോൾ അവരെ സ്വന്തം അമ്മയെപ്പോലെ പ്രിയമാണ്. എന്താ അമ്മേ? പരിങ്ങലോടെയാണെങ്കിൽ കൂടിയും അമ്മയെന്ന് തന്നെയായിരുന്നു നിദ്ര വിളിച്ചത്. ആ വിളി കേട്ട് അലിഞ്ഞു പോയിരുന്നു ഗായത്രി ദേവിയുടെ ഹൃദയം. കുറേ നേരത്തേക്ക് അവർ നിശബ്ദയായി. അമ്മയുടെ മോളൊരു കാര്യം സംയമനത്തോടെ കേൾക്കണം, വിഷമിക്കാനൊന്നും നിൽക്കരുത്. അവർ ആദ്യമേ തന്നെ അവൾക്ക് മുന്നറിയിപ്പ് നൽകി. ഇനി ഇതിൽ കൂടുതൽ എന്ത് വിഷമം വരാനാണെന്നുള്ള രീതിയിൽ അവളത് മൂളിക്കേട്ടു. ഗായത്രി ദേവി എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും നിസ്സംഗതയായിരുന്നു അവളുടെ പ്രതികരണം. ഇന്നിനി മോള് പോകാൻ നിൽക്കണ്ട, അവനാകെ ദേഷ്യത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത്, ഗായത്രി ദേവി നിർദ്ദേശിച്ചു. നിദ്രയില്ലെന്ന രീതിയിൽ ശിരസനക്കി. ഇല്ലമ്മേ, എന്തായാലും അദ്ദേഹം എന്നെ വഴക്ക് പറയും. ഞാൻ പോയില്ലെങ്കിൽ അതിനും ചേർത്ത് കേൾക്കണം. ഒരു ഓട്ടോ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വരും. ഞാൻ ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. നിദ്ര പറഞ്ഞു തീരും മുൻപേ തന്നെ ഓട്ടോ എത്തിയിരുന്നു. ഇപ്പോൾ അയൽക്കാർക്കും നാട്ടുകാർക്കുമെല്ലാം അവളോടൊരു അസൂയ കലർന്ന ബഹുമാനമായിരുന്നു. ഒന്നുമില്ലെങ്കിൽ ഒരു ഫിലിം സ്റ്റാറിൻ്റെ ഭാര്യയാകാൻ പോകുന്നവളാണല്ലോ എന്നായിരുന്നു എല്ലാവരുടെയും ചിന്ത. രുദ്രൻ ലൈവ് പോയതിന് പിന്നാലെയാണ് എല്ലാവർക്കും ഈ മനംമാറ്റം. രുദ്രൻ്റെ വസതിയിൽ ഗേറ്റിന് മുന്നിലായി നിദ്ര ചെന്നിറങ്ങി. പൈസ കൊടുത്ത് ഓട്ടോ വിടണോ വേണ്ടയോ എന്നവൾ കുറച്ചു നേരം ആലോചിച്ചു. പിന്നെ കയ്യിലെ പണം നോക്കിയപ്പോൾ തികയില്ലെന്ന് കണ്ടതോടെ നിദ്ര ഓട്ടോ പറഞ്ഞു വിട്ടു. നിദ്ര ഗേറ്റിന് സമീപം നടന്നെത്തുന്നത് കത്തുന്ന കണ്ണുകളോടെ ബാൽക്കണിയിൽ നിന്നും രുദ്രൻ കണ്ടു നിൽക്കുകയായിരുന്നു. അവളുടെ മുഖം കണ്ട മാത്രയിൽ വെറുപ്പോടെ രുദ്രൻ മുഷ്ടി ചുരുട്ടി കൈവരയിലിടിച്ചുകൊണ്ട് മുഖം വെട്ടിച്ചകത്തേക്ക് നടന്നു. നിദ്ര ആദ്യം പകപ്പോടെ ഒന്ന് ചുറ്റും നോക്കി. ഒരു കൊട്ടാര സാദൃശ്യമായ ബംഗ്ലാവായിരുന്നു രുദ്രൻ്റേത്. അവൾക്ക് അതിശയം തോന്നി. ഒറ്റയ്ക്കൊരാൾക്ക് താമസിക്കാൻ ഇത്രയും സൗകര്യങ്ങളോട് കൂടിയ വീട്. സസ്യലതാദികളാൽ സമ്പന്നമായിരുന്നു ആ വീടിൻ്റെ ചുറ്റും. ഒരറ്റത്ത് നിൽക്കുന്ന
സർവഗന്ധി മരത്തിലെ പൂക്കളിൽ നിന്നും ഉണരുന്ന ഹൃദ്യമായ സുഗന്ധം അവളെ അങ്ങോട്ടേക്ക് അടുപ്പിച്ചു. അവളൊരു പൂവെടുത്ത് കയ്യിൽ പിടിച്ചു വെറുതെ തിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ആരും അവളെ തടഞ്ഞിരുന്നില്ല. എല്ലാവർക്കും അവളെ പരിചയമായിരുന്നു. രുദ്രൻ കെട്ടാൻ പോകുന്ന പെണ്ണെന്ന നിലയ്ക്ക് കിട്ടുന്ന ബഹുമതികൾ യഥാർത്ഥത്തിൽ അവളെ തളർത്തുകയായിരുന്നു. അകത്തേക്ക് കയറിയതോടെ ഇതുവരെ സംഭരിച്ച ധൈര്യമെല്ലാം ചോർന്നു പോകുന്നത് പോലെ അവൾക്കറിയാൻ കഴിഞ്ഞു. വിറയ്ക്കുന്ന കാൽപാദങ്ങളോടെ പാദരക്ഷകൾ പുറത്തൂരിയിട്ട് നഗ്നപാതയായി ഉള്ളിലേക്ക് കാലെടുത്ത് വെച്ചതോടെ അരയ്ക്കുന്ന തണുപ്പ് കാലിലേക്ക് ഇരിച്ചു കയറി. വലിയൊരു ഹോളായിരുന്നു ആദ്യം കണ്ടത്. എന്തു വേണമെന്നറിയാതെ നിൽക്കുമ്പോൾ നാടകീയമായ പടികൾ ഇറങ്ങിക്കൊണ്ട് തനിക്ക് നേർക്ക് നടക്കുന്ന രുദ്രൻ്റെ രൂക്ഷമായുള്ള നോട്ടത്തിൽ ആദ്യമേ നിദ്ര തളർന്നു തുടങ്ങിയിരുന്നു. വെൽക്കം വെൽക്കം മൈ ഫ്യൂച്ചർ വൈഫ്. കൈകൾ രണ്ടും കൂട്ടിയിടിച്ച് ശബ്ദമുണ്ടാക്കി രുദ്രൻ പറഞ്ഞപ്പോൾ അതിൻ്റെ മാറ്റൊലി ആ മുറിയാകെ അലയടിച്ചു കേൾക്കാമായിരുന്നു. നിദ്രയുടെ വിറയ്ക്കുന്ന ഹൃദയം അവനെ കണ്ടത് മുതൽക്കേ ചോര വാർന്നു തുടങ്ങിയിരുന്നു. അവൾക്കൊന്നനങ്ങാൻ പോലും കഴിയാത്തത്ര മരവിപ്പ് ശരീരത്തെ വന്നു മൂടി. ഇരിക്ക്. നടുവിൽ തൂക്കിയിരിക്കുന്ന സംപ്രപഞ്ചത്തിൽ കയറി കാലിന്മേൽ കാല് കയറ്റി വെച്ചിരുന്ന് രുദ്രൻ ആജ്ഞാപിച്ചു. നിദ്രയ്ക്കൊന്നിനും കഴിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ ഹൃദയം പിടച്ചുകൊണ്ടിരുന്നു. യാതൊരു പ്രതികരണവും അവളിൽ നിന്നും കാണാത്തത് വന്നപ്പോൾ രുദ്രൻ്റെ ദേഷ്യം ഉച്ചസ്ഥായിലെത്തിയിരുന്നു. ഇരിക്കാൻ. അവൻ സോഫ ചൂണ്ടി അലറിയതോടെ നിദ്ര ചെവികൾ അടച്ചു പിടിച്ചുപോയി. പെട്ടെന്ന് തന്നെ നിദ്ര സ്ഥലകാല ബോധം വീണ്ടെടുത്ത ശേഷം സോഫയിലിരുന്നു. മുഖം ഉയർത്താതെ ഇരിക്കുന്നവളെ കാണും തോറും രുദ്രൻ്റെ പല്ലുകൾ ദേഷ്യത്തിൽ ഞെരിഞ്ഞുകൊണ്ടിരുന്നു. ഇത്രയും ശാലീന സുന്ദരിയായ നിദ്ര വന്നത് തന്നെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്നുള്ള രീതിയിലായിരുന്നു രുദ്രന് തോന്നിയത്. ഇന്ന് ആരായിരുന്നു നിന്റെ കസ്റ്റമർ? ഒന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോടി. രുദ്രൻ പറഞ്ഞത് കേട്ട് ഞെട്ടലോടെ മുഖമുയർത്തി നോക്കിയ നിദ്രയുടെ കണ്ണുകളിൽ നിന്നും അവൾ അറിയാതെ തന്നെ 2 തുള്ളി കണ്ണുനീർ പുറത്തേക്ക് ചാടി. ആ ഒരു ചോദ്യത്തിൽ തന്നെ നിദ്ര തകർന്നു പോയിരുന്നു. ആഹാ, എന്താ ഒരു അഭിനയം! നിനക്ക് ഒരു ഓസ്കാർ എടുക്കട്ടെ. എന്നെ തോൽപ്പിക്കുമല്ലോ നിന്റെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ. അവജ്ഞയോടെ രുദ്രൻ ചോദിച്ചു. നിദ്രയ്ക്ക് ഒന്നിനും മറുപടിയില്ലായിരുന്നു. ഒന്നും പറഞ്ഞ് അവനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നതിൽ കാര്യമില്ലെന്ന് അവൾക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. കണ്ണുകളിൽ നിന്നും നീർജലം ഒരു പുഴ പോലെ ഒഴുകിക്കൊണ്ടിരുന്നു. നിർത്തടി നിന്റെ കള്ളക്കരച്ചിൽ. വേഗത്തിൽ എഴുന്നേറ്റുകൊണ്ട് രുദ്രൻ അവൾക്ക് നേരെ പാഞ്ഞെടുത്തു. നിദ്രാവന്റെ വരവ് കണ്ടതോടെ തന്നെ ഞെട്ടലോടെ എഴുന്നേറ്റ് നിന്നുപോയി. രുദ്രന്റെ 2 കൈകളും അവളുടെ കൈത്തണ്ടയിൽ അമർത്തി ഞെരിച്ചുകൊണ്ടിരുന്നപ്പോൾ വേദനയോടെ നിദ്ര പുളഞ്ഞു പോയിരുന്നു. സർ, എനിക്ക് വേദനിക്കുന്നു, പ്ലീസ്. രുദ്രന്റെ ബലിഷ്ഠമായ കരങ്ങൾക്കിടയിൽ പെട്ട് ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്ന പൂവ് പോലുള്ള കൈകൾ ചുവന്ന് തിണർത്തു തുടങ്ങിയിരുന്നു. എന്നിട്ടും രുദ്രൻ അവളെ വിട്ടില്ല. പറയടി, എന്തുദ്ദേശത്തിലാണ് നീ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും പണവും വാങ്ങി എൻ്റെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ വരുന്നത്? ആരാണ് നിനക്ക് പിന്നിൽ കളിക്കുന്നത്? എല്ലാം പറയാതെ നീ ഇന്നിവിടെ നിന്ന് പോകില്ല. അവളെ സോഫയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് രുദ്രൻ അലറി. എന്ത് ചെയ്യണമെന്നറിയാതെ നിദ്ര ആകെ കുഴഞ്ഞു പോയിരുന്നു. സംഹാര രുദ്രനായി തനിക്ക് മുന്നിൽ നിൽക്കുന്നവൻ്റെ ദേഷ്യം തന്നെ കൊന്നാൽ പോലും അടങ്ങിയേക്കില്ല എന്നവൾക്ക് തോന്നിപ്പോയി. എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ നിദ്ര കഷ്ടിച്ചെഴുന്നേറ്റിരുന്നു. സർ, ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും സാർ വിശ്വസിക്കില്ല. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പണം വാങ്ങിയത് ഞാനല്ല, എൻ്റെ ചെറിയമ്മയാണ്. കരച്ചിലോടെ നിദ്ര പറഞ്ഞപ്പോൾ അവൻ്റെ ചുണ്ടിലൊരു പുച്ഛം നിറഞ്ഞ ചിരി വന്നൂറി. ഇത് നീ പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. ആ പാവം സ്ത്രീ അതുകൊണ്ട് ആദ്യമേ ഇവിടെ വന്ന് എന്നെ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിരുന്നു. നിന്റെ ചെറിയമ്മ നിന്റെ സർവ്വ ദുഷ്പ്രവൃത്തികളും പറഞ്ഞിട്ടാണ് ഇവിടെ നിന്നും പോയത്. രുദ്രൻ പറയുന്നത് കേട്ട് തലയിൽ ആരോ കൂടും കൊണ്ട് അടിച്ചതുപോലുള്ള പ്രതീതിയായിരുന്നു അവളിൽ. ചെറിയമ്മ ഇവിടെ വന്നെന്നോ? അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇനി താൻ എന്ത് പറഞ്ഞാലും അവൻ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് അവൾക്ക് തീർച്ചയായി. നീ ഒരു കാര്യം ഓർത്തോ, എന്തൊക്കെ നാടകം അഭിനയിച്ച് എൻ്റെ ജീവിതത്തിൽ പറ്റിക്കൂടാൻ ശ്രമിച്ചാലും നിനക്കൊരു വെപ്പാട്ടിയുടെ സ്ഥാനം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന കാര്യം. രുദ്രൻ അലറി. കണ്ണുനീർ വീണ് കാഴ്ച മങ്ങുമ്പോൾ അവൾക്കരിയിലേക്ക് ജെയിൻ സാറ പടികൾ ഇറങ്ങി നടന്നു വരികയായിരുന്നു. അതാരാണ് എന്ന് ശരിക്കും നോക്കും മുന്നേ തന്നെ അവൾക്ക് മുന്നിൽ വെച്ച് രുദ്രൻ സാറയെ കടന്ന് ചുണ്ടിൽ ഗാഢമായി ചുംബിച്ചു തുടങ്ങിയിരുന്നു. ഞെട്ടലോടെ നിദ്ര അവനെ നോക്കി തറഞ്ഞു നിന്നുപോയി. അവൾക്ക് കൺമുന്നിൽ നടക്കുന്നത് ഒരു നാടകമാണോ എന്ന് തോന്നി. ഇതാണ് എൻ്റെ പെണ്ണ്, ഇത് മാത്രമായിരിക്കും 7 ജന്മത്തിലും എൻ്റെ പെണ്ണ്.
നീ ഞങ്ങൾക്കിടയിൽ കയറി വരാൻ ശ്രമിക്കും തോറും അതൊരു നരക രീതിയിൽ ചവിട്ടിയായിരിക്കുമെന്നോർത്തോ. മുഖം തിരിച്ചു വെച്ച് സാറയെ ഒരു കൈയാൽ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് രുദ്രൻ നിദ്രയെ നോക്കി പറഞ്ഞു. സാർ അവളെ നോക്കി പുച്ഛത്തോടെ ചിരിക്കുന്നുണ്ടായിരുന്നു.